സുഗതന്റെ വിഷയത്തിൽ ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് തിരിച്ചടി ലഭിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ എൽ.ഡി.എഫ്, യു.ഡി.എഫ് അവർ വിചാരിക്കുന്ന കണക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു അമിത പ്രതീക്ഷ അല്ലെങ്കിൽ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുന്ന തരത്തിലോട്ട് ഈ പറയുന്ന തിരുവനന്തപുരത്ത് ബി.ജെ.പി ഭരണം അട്ടിമറിച്ചുകൊണ്ട് അവർക്ക് ആ കസേരയിൽ കയറി ഇരിക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും ഒരു കാര്യം വളരെയധികം വ്യക്തമാണ്. അതായത് എൽ.ഡി.എഫ്, യു.ഡി.എഫ് മനക്കോട്ട കെട്ടുന്നത് വെറുതെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരു ചുക്കും തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുഗതൻ വിഷയത്തിൽ സുഗതന്റെ വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. കാരണം എന്ന് പറയുന്നത് സുഗതനെ സംബന്ധിച്ചിടത്തോളം സുഗതൻ ഇപ്പോൾ ജയിലിലാണ്. അതോടൊപ്പം തന്നെ 3 പ്രാവശ്യം കോർപ്പറേഷനിൽ വരാതെ ഇരുന്നാൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന തോതിൽ സുഗതനെ അയോഗ്യനാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇപ്പോൾ ഒരു തവണയായി ഇനി 2 തവണ കൂടിയാണ് സുഗതന്റെ ആ ഒരു ചാൻസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അതായത് രണ്ടാമത് ഒന്നും കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള തരത്തിൽ പറഞ്ഞതിൽ പിന്നാലെ സുഗതൻ ഇപ്പോൾ ജയിലിലാണ്. ഇനിയിപ്പോൾ സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുഗതന് ജാമ്യം ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണം, അല്ലെങ്കിൽ പരോൾ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണം. എങ്കിൽ മാത്രമേ സുഗതനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ കാപ്പ കേസിൽ സുഗതന്റെ ആ ഒരു വിധി എന്താണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും ബി.ജെ.പിയെ സംബന്ധിച്ചുള്ള ഒരു കുലുക്കവുമില്ല എന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 101% ഉറപ്പുണ്ട് ഈ ഭരണം 5 കൊല്ലത്തേക്ക് ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും പ്രതിപക്ഷം ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഒരു കുലുക്കവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ഭാഗത്ത് നിന്ന് ആ ഭരണം നഷ്ടപ്പെട്ടു പോവുകയുമില്ല എന്നുള്ളത് മേയറായിട്ടുള്ള വി രാജേഷിനും ബി.ജെ.പി നേതൃത്വത്തിനും വളരെ കൃത്യമായും വ്യക്തമായിട്ടും അറിയാമെന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അതിന് കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന തോതിൽ സുഗതൻ എന്ന് പറയുന്ന വ്യക്തി ജാമ്യം കിട്ടി പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് തിരിച്ചടി ലഭിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമാണ്. അവരുടെ സ്വപ്നങ്ങളെല്ലാം തന്നെയും ഈ പറയുന്ന തോതിൽ തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇനി ഒരുപക്ഷെ സുഗതന് ജാമ്യം കിട്ടിയില്ല, അതോടൊപ്പം തന്നെ സുഗതനെ സംബന്ധിച്ച പരോളും ലഭിച്ചില്ല എങ്കിൽ ഈ പറയുന്ന തോതിൽ സുഗതനെ സംബന്ധിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തോതിൽ ഇനിയുള്ള 2 തവണയും സുഗതൻ ഈ പറയുന്ന തോതിൽ കോർപ്പറേഷനിൽ വരാതിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അയോഗ്യനാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ പോലും ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം സുഗതൻ ഇല്ലെങ്കിൽ പോലും സുഗതൻ എന്ന വിഷയം നിലനിൽക്കുമ്പോഴും സുഗതനെ അയോഗ്യനാക്കിയാൽ പോലും ഈ പറയുന്ന തോതിൽ ബി.ജെ.പിയെ താഴെയാക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് പല സാഹചര്യങ്ങളാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന തോതിൽ സുഗതന്റെ വാർഡ് ആ വാർഡ് തന്നെ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൽ നിന്നും പിടിച്ചെടുത്ത ഒരു വാർഡാണ് ഈ പറയുന്ന തോതിൽ സുഗതൻ ബി.ജെ.പി. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇടതുപക്ഷം ആ ഒരു വാർഡിൽ ഇപ്പോൾ 3ാം സ്ഥാനത്താണ്. അപ്പോൾ സുഗതനെ ഗുണ്ടയാണ്, അതാണ്, ഇതാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ തന്നെ ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും പല രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഒരു ഗുണ്ടയായിട്ടുള്ള ഒരു വ്യക്തി ഈ പറയുന്ന തോതിൽ ആ വാർഡിൽ വിജയിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ജനങ്ങളുടെ വോട്ട് കൊണ്ടാണല്ലോ ഈ വ്യക്തി അവിടെ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ അയാൾ ഒരു ജനപ്രിയനായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു കേസ് വന്നതിൽ പിന്നാലെ ഇടതുപക്ഷത്തിന്മേൽ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന തോതിൽ സുഗതനെ കുടുക്കിയതാണ് എന്ന തരത്തിലുള്ള വ്യാപക പ്രചരണങ്ങൾ പല തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് മാത്രമല്ല അത് നടക്കാത്ത ഒരു കാര്യം കൂടി ഇന്നത്തെ സിറ്റുവേഷൻ. കാരണം ഈ പറയുന്ന വാർഡിലായാലും ഈ പറയുന്ന തിരുവനന്തപുരത്തായാലും ഒക്കെ തന്നെയും വളരെ വലിയ തോതിൽ സുഗതൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ആ ഒരു തരത്തിൽ ഒരു ട്രെൻഡാക്കി നിലവിൽ മാറ്റി വച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പോലും സുഗതൻ എന്ന് പറയുന്ന വ്യക്തി ഇനിയിപ്പോൾ അവിടെ വന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പോലും സുഖകരമായി വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് നേരത്തെ എത്രത്തോളം വോട്ടാണോ ഈ പറയുന്ന സുഗതന് ലഭിച്ചത്, എത്രത്തോളം ഭൂരിപക്ഷത്തിലാണോ സുഗതൻ അവിടെ വിജയിച്ച് കയറിയത്, ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടായാലും അവിടെ സുഗതൻ മത്സരിച്ചാൽ പോലും വളരെ വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തിൽ അവിടെ സുഗതൻ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി സുഗതനല്ല ആ സ്ഥാനത്ത് ബി.ജെ.പി മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയാൽ പോലും ആ സീറ്റ് ബി.ജെ.പിക്ക് സുഖകരമായി പിടിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല നല്ല ഭൂരിപക്ഷം കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അവിടെ ഭൂരിപക്ഷം കുറയുന്നതല്ല, അവിടെ ഈ പറയുന്ന തോതിൽ ഏറ്റവും വലിയ തിരിച്ചടി ലഭിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിനായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. കാരണം ഇടതുപക്ഷ വോട്ടുകൾ വീണ്ടും കുത്തനെ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ സീറ്റായിരുന്ന ഒരു സ്ഥലം സുഗതനെ പോലൊരു വ്യക്തി ആ സീറ്റ് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇടതുപക്ഷത്തെ അത്രത്തോളം ആ ഒരു തരത്തിൽ ജനങ്ങൾ ആ ഒരു രീതിയിൽ വെറുത്തിട്ട് തന്നെ ആയിരിക്കണം അവിടെ സുഗതനെ അവിടെ വിജയിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷം എല്ലാ അർത്ഥത്തിലും തിരിച്ചടി നേരിട്ട ഒരു സ്ഥലത്ത് ഇനി ഒരു തിരിച്ചു വരവ് നിലവിൽ സാഹചര്യത്തിൽ എല്ലാ രീതിയിലും അത് അടഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെല്ലാത്തിനും ഉപരി വി രാജേഷിന്റെ ഈ ഒരു ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിലും ഭരണം, അതോടൊപ്പം തന്നെ ബി.ജെ.പി ഭരണം അത് തിരുവനന്തപുരം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ചെറുതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇടതുപക്ഷവും വലതുപക്ഷവും ഇനി എന്തൊക്കെ പറഞ്ഞാലും അതൊരു പച്ചയായ സത്യമാണ്. കാരണം അങ്ങേർക്ക് തിരുവനന്തപുരത്ത് ജനങ്ങൾക്കിടയിൽ
ഒരു പ്ലസ് ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. കാരണം ഇങ്ങനെ ഒരു മേയർ ഇതിന് മുന്നേ വന്നിട്ടില്ല എന്നുള്ള തരത്തിൽ അത് ജനങ്ങൾക്കിടയിൽ അങ്ങ് അടിച്ചേൽപ്പിക്കാനായിട്ട് വി രാജേഷിനെ പോലൊരു മേയർക്ക് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ മേയർ തന്നെ ഉണ്ടാവണം, ഈ ഭരണം തന്നെ മുന്നോട്ട് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ BJP അവിടെ ഭരണത്തിൽ ഇരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും ഇടതുപക്ഷം അവിടെ പ്രതിപക്ഷമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ഇടതുപക്ഷം, ഇനി ഇടതുപക്ഷവും വിജയിച്ചു എന്ന് തന്നെ പറയാം. ആ ഒരു ഇടതുപക്ഷം വിജയിച്ചു. എങ്ങനെ ഈ പറയുന്ന തോതിൽ അവർക്ക് ഭരണത്തിൽ വരാൻ സാധിക്കും? പറ്റത്തില്ല. കാരണം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഈ പറയുന്ന തോതിൽ ഈ ഇടതുപക്ഷം 29 സീറ്റേ ഉള്ളൂ. BJPക്ക് 50 സീറ്റുകളായിരുന്നു. ഇനിയിപ്പോൾ സുഗതന്റെ സീറ്റ് പോയാൽ 49 സീറ്റുകൾ ഇരിക്കുന്നത്. ഇടതുപക്ഷത്തിന് എങ്ങനെ ഭരണത്തിൽ വരാൻ പറ്റും? സ്വതന്ത്രം പിടിച്ചില്ല. ആകെ ഒരൊറ്റ ചോയ്സ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ പിടിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരുടെ പതനമായിരിക്കും എന്നുള്ളത് ഏതൊരു കൊച്ചു കുട്ടിക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാവുന്ന ഒരു കാര്യം. ഇടതുപക്ഷത്തിന്റെ കുഴി സ്വയം തോണ്ടി അതിൽ വീഴുന്ന കണക്കുള്ള അവസ്ഥയായിരിക്കും. അങ്ങനെ ഒന്ന് കോൺഗ്രസ് മൊത്തം കൈകോർക്കുന്ന കണക്ക് ഇടതുപക്ഷം കാര്യങ്ങൾ മാറിയാൽ പോലും, അങ്ങനെ വന്നാൽ പോലും ഇവിടെ ഭരണത്തിലെത്തുന്ന കാര്യം വളരെ ദുഷ്കരമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷം കോൺഗ്രസുമായിട്ട് കൈകോർക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷം സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം BJP കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുകയും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് വൻ ഭൂരിപക്ഷത്തിൽ കേരളത്തിലുടനീളം വിജയിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിക്കുമെന്ന കാര്യവും സംശയമില്ലാതെ പറയാം. കാരണം ഈ പറയുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു കോയിന്റെ രണ്ട് വശങ്ങളാണ് എന്നുള്ളത് ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ അതുകൊണ്ട് തന്നെയും അത് സംഭവിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവിച്ചാൽ പോലും അതൊരു മണ്ടൻ ചിന്താഗതി മാത്രമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന തോതിൽ BJP സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള സംഖ്യയുണ്ട്, അംഗസംഖ്യയുണ്ട്. അതായത് 50 പോയി കഴിഞ്ഞാൽ 49. ആ 49 ഈ പറയുന്ന ഇടതും വലതും ഒന്നിച്ചു കഴിഞ്ഞാൽ പോലും അരട്ടിച്ച് 49 50 ഈ പറയുന്ന ആ സീറ്റിൽ വിജയിച്ചാൽ പോലും 50 സീറ്റ് BJPക്ക് എന്നിട്ടും 49 പിന്നെ ഒരു സ്വതന്ത്രം ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പാർട്ടിക്ക്, ഈ പറയുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്നുകൊണ്ടുള്ള ഭരണം അത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്നാണ് തോന്നുന്നത്? ശരിക്കും പറയാം അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പല രീതിയിലുള്ള എതിർപ്പ് പല രീതിയിൽ വരും, പല രീതിയിലുള്ള കാര്യങ്ങൾ വരും. അതോടൊപ്പം തന്നെ BJP വിചാരിച്ചാൽ ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ 2 3 പേരെ ഇപ്പുറത്തോട്ട് ചാടിക്കാനാണോ പാടെന്ന് പറയുന്നത്? അത് വളരെ എളുപ്പമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന കൗൺസിലർമാരെ ഇപ്പുറത്തോട്ട് ചാടിക്കുക എന്ന് പറയുന്നത് അത് ഈ പറയുന്നത് ഇനിയും 5 കൊല്ലത്തോളം ബാക്കി കിടക്കുന്നു. ഈ ഇത്രയും കൊല്ലം ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഇടതും വലുതും കൂടെ ഒരുമിച്ച് ചേർന്ന് ഭരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ജനങ്ങൾ ആ ഒരു മണ്ടൻ ഭരണം അല്ലെങ്കിൽ ആ ഒരു മണ്ടൻ ചിന്താഗതി ഭരണത്തിലേക്ക് കാര്യങ്ങൾ മാറ്റത്തില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുഗതന്റെ സീറ്റിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും അവിടെ സുഖകരമായി BJP വിജയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അതിന് പല റീസണാണുള്ളത്. ഒന്ന് വി രാജേഷൻ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട്, മറ്റൊന്ന് BJPയുടെ ആ ഒരു ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പലർക്കും ഇടയിൽ വളരെ വലിയ തോതിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന തോതിൽ സുഗതന്റെ ആ ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ പോലും ഇടതുപക്ഷവും വലതുപക്ഷവും ഇവർക്ക് രണ്ടുപേർ വോട്ട് ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും സീറ്റുകളില്ല ഭരണത്തിൽ വരാൻ. മറിച്ച് BJPക്ക് വോട്ട് ചെയ്താൽ മാത്രമേ ഒരു പാർട്ടി ഭരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറത്തുള്ളൂ. മറ്റതെന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷത്തിന് ജയിച്ചാൽ ഒരു കാര്യമില്ല, വലതുപക്ഷത്തിന് ജയിച്ചാൽ ഒരു കാര്യമില്ല. അതേസമയം അതിനാരെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഒന്നിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. അങ്ങനെ രണ്ട് പാർട്ടിയും കൂടെ ഇഴുകി ചേർന്നുകൊണ്ട് ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ തോതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാ രീതിയിലും പരാജയമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ജനങ്ങൾക്ക് പോലും ബോധ്യമാവുന്ന ഒരു കാര്യമാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ട ഒരു പാർട്ടി, ഒരൊറ്റ പാർട്ടി ഭരിക്കണം എന്നുള്ള തരത്തിലാണ്. അതും നിലവിലത്തെ സാഹചര്യത്തിൽ വി രാജേഷ് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഓളം അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് അത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ സുഗതൻ വന്നാൽ അത് എല്ലാ അർത്ഥത്തിലും ഈ ഒരു കാര്യത്തിൽ ഈ കാര്യങ്ങളൊന്നും കടക്കത്തില്ല. അതായത് അത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒറ്റയടിക്ക് തിരിച്ചടി ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. ഇനി സുഗതന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ പോലും ഈ പറയുന്ന തോതിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ പോലും അതും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തിരിച്ചടി ലഭിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ മാറത്തുള്ളൂ എന്നുള്ളത് 100% അടിവരയിട്ട് പറയാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ BJP പ്രതീക്ഷിക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ പോസിബിൾ ആയിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ്. കാരണം ഹൈക്കോർട്ടിൽ സുഗതന് അനുകൂലമായിട്ട് വിധി വരാനായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ ജാമ്യം കിട്ടാനായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ പരോൾ ലഭിക്കാനായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ജാമ്യം കിട്ടിയാലും ജാമ്യം കിട്ടിയില്ലെങ്കിലും സുഗതൻ വന്നാലും സുഗതന്റെ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ഇടതുപക്ഷം വലതുപക്ഷം പ്രതിപക്ഷത്ത് തന്നെയായിരിക്കും, BJP ഭരണപക്ഷത്ത് തന്നെയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും.